ചാച്ചൻ അങ്ങ് പോയില്ലേ? എവിടെ പോയി? ചാച്ചനെ ഒരു പുള്ളി കൂട്ടിക്കൊണ്ട് പോയി. ഒരു പുള്ളി കൂട്ടിക്കൊണ്ട് പോയതാ. എവിടെ പോയി? ഒരാൾ വന്നേ കൂട്ടിക്കൊണ്ട് പോയതാ. ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണല്ലോ? കാപ്പിയാ? ഹാപ്പി ഹാപ്പി സന്തോഷാണല്ലോ. കുടിച്ചോന്നോ? ചായ കുടിച്ചോ? ആ, കുടിച്ചു കഴിഞ്ഞോ? ഇപ്പഴാ കുടിച്ചതായോ? ആണോ? ചൂടാറിയോ? എന്നാ വിശേഷമൊക്കെ? വിശേഷം എന്നാ ഇരിക്കുന്നത്? ചായ കുടിച്ചാ? ചായ രാവിലെ കുടിയില്ല. രാവിലെ ഇപ്പൊ കുടിക്കുകയല്ലേ? രാവിലെ കുടിക്കില്ല. ഇല്ലേ? വൈകുന്നേരം കുടിക്കുള്ളൂ. ഇല്ല, വൈകുന്നേരമേ കുടിക്കാറുള്ളൂ. പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ? എന്നാണ്ട് വിശേഷമൊക്കെ? വിശേഷമൊക്കെ എന്നാ ഉണ്ടെന്ന്? എന്നാ വിശേഷം ഇരിക്കണം. പറയത്തക്ക വിശേഷമൊന്നുമില്ല. ശാരീരിക സുഖമില്ല. അതേ ഉള്ളൂ. ആണോ? ചുമയൊക്കെ കുറഞ്ഞോ? ചുമയൊക്കെ കുറഞ്ഞോ? ചുമയോ? ചുമ കുറവുണ്ട്. കഫക്കെട്ടലും? അത് ഓരോ അവസരം ആകത്തില്ല, കാലാവസ്ഥ പോലെ. എല്ലാവർക്കും പനി ചുമയൊക്കെയാ. അമ്മയൊക്കെ എന്തേ? അമ്മ എവിടെ ഉണ്ട്? എവിടെ പോയി? ആണ്ട മുമ്പിൽ ഇരിക്കുന്നു. പള്ളിയിലോ? എവിടെയാ? സ്ലീവാപുരത്ത്. സ്ലീവാപുരത്ത്. തിരുവാപുരത്തോ? അവിടെ രാവിലെ കുർബാനയല്ലേ? പിന്നെ ഏതമ്മയുടെ കാര്യം ചോദിച്ചേ? ഏതമ്മയുടെ കാര്യം ചോദിച്ചേ? ഏതമ്മയുടെ കാര്യം ചോദിച്ചെന്ന്? അമ്മയുടെ കാര്യമാണ് ചോദിച്ചത്. എലിക്കുട്ടിയമ്മയുടെ കാര്യമാണോ? ഏതമ്മയുടെ കാര്യം ചോദിച്ചേ? ഏതമ്മയാണ്? ഏതമ്മയുടെ കാര്യം ചോദിച്ചതെന്ന്. ഏതമ്മയാന്ന്? ഏതമ്മയാന്നോ? ഏതമ്മ ഞങ്ങളുടെ അമ്മയായിരിക്കും. ആണോ? പ്രായം ചെന്നവർക്കൊക്കെ പോവോ? പ്രായം ചെന്നവരെ പോവില്ല. പുറത്തൊക്കെ പോകാൻ വിഷമമില്ല. അതാ പറഞ്ഞ, അതാ ചോദിച്ചത് ഏതമ്മയാന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇവിടെ ഇരിക്കൂലേ? ഓർമ്മ ഇല്ലാതെ വരുമ്പോൾ. ഓർമ്മയൊക്കെ കുറവായിട്ട് ഇവിടെ ഇരിക്കുക, മരുന്നൊക്കെ കഴിച്ചിരിക്കുക. കാരണവന്മാർക്ക് അങ്ങനെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പറ്റുമോ? പറ്റിയല്ലേ. മറ്റേ മക്കളെ ആരുടെയെങ്കിലും സഹായം കൂടാതെ പോകാനും പോകാൻ പറ്റിയില്ല, വരാനും പറ്റിയ. എന്നാ വിശേഷമൊക്കെ? വിശേഷം എന്നാ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പനിയും ചുമയൊക്കെ ആയിരുന്നു. പനിയും ചുമയൊക്കെ ആയിരുന്നു. പനിയും ചുമയൊക്കെ ആയിരുന്നു. പനി പനി പനിയേ പനിയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. പരൂഷയല്ല, പനി. പനിയാ? അത് ശരി. ഒക്കെ കുറഞ്ഞു വന്നു. കുറഞ്ഞോ? വിവാന് പരീക്ഷയായിരുന്നു. വിവാന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. അതിങ്ങനെ കാലാവസ്ഥ അനുസരിച്ച് പനി കാറ്റൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും പറ്റുമില്ല, ഞാൻ ചിലർക്കെല്ലാം ഉണ്ടാവും. ശരീരത്തിന്റെ മാറ്റം. മഴ നനഞ്ഞതാ. പക്ഷെ മഴ നനഞ്ഞാലും പനി പിടിക്കും. ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല. രാവിലെ ചായ കുടിയില്ല. അമ്മ ചായ കുടിച്ചോ? ആയില്ലേ? അമ്മ കുടിച്ചോ? തിളപ്പിച്ചോ? തിളപ്പിച്ചു. അമ്മ ചായ കുടിച്ചോ? ചായ ഇത് കുടിക്കോ? കുടിച്ചോ? ആണോ? മുമ്പേ കുടിച്ചെന്നാണല്ലോ പറഞ്ഞേ. കുറച്ച് മുമ്പ് ചോദിച്ചപ്പോ കുടിച്ചെന്നാണല്ലോ പറഞ്ഞേ. കുടിച്ച് നോക്കിയതല്ലേ?
ആരും ചൂട് കുറഞ്ഞായിരുന്നു. ഇച്ചിരി ചൂടോടൊക്കെ കുടിക്കണം. ഇച്ചിരി ചൂടോടൊക്കെ കുടിക്കണം. ചൂടോ? നല്ല ശരീരത്തിനൊക്കെ ഒരു എനർജി കിട്ടുള്ളൂ. ഒത്തിരി ചൂടൊന്നും എനിക്ക് ഇഷ്ടമില്ല. ചെറിയ ചൂട് മതി അല്ലേ? പായം കറിയൊക്കെ പോയി പോയി. അത് കൂട്ടി ചൂടല്ല പറഞ്ഞ, അത് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയല്ലോ. ഇതൊരു ഒരു പാകമുണ്ട്, ആ പാകത്തിന് കുടിക്കാൻ പറ്റും. പാകത്തിനുള്ള ചൂടി കുടിച്ചാൽ മതി, അല്ലാതെ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. ശരീരത്തിന് നല്ലത് അത് തന്നെ. ഇത്രയും കുഞ്ഞ് കാശിലിട്ടേക്കണേ. കുഞ്ഞു കാശ് രൂപ മതിയല്ലോ. മുഴുത്ത് വേണ്ടേ? അത് സ്വർണ്ണമാണ്. നേരത്തെ ഇട്ടോണ്ടിരുന്നതാണോ? നേരത്തെ ഇട്ടോണ്ടിരുന്ന. ചാച്ചനൊക്കെ എന്ത്? ചാച്ചനൊക്കെ പോയി. എവിടെ പോയി? ചാച്ചനൊക്കെ നേരെ പോയി. മരിച്ചു പോയോ? ഓർക്കുന്നില്ലേ? എത്രനാളായി? അത് വർഷം കുറേ ആയല്ലോ. വർഷം കുറേ ആയി. 2 കൊല്ലോ? 20 വർഷമായില്ലേ? 1 കൊല്ലോ? 1 കൊല്ലോ 2 കൊല്ലോ അല്ല, 20 വർഷമായി. അത്രയധികം പ്രായമായിരുന്നോ? ഇല്ല. അസുഖമായിരുന്നല്ലേ? ഇല്ല, അറ്റാക്ക് അല്ലായിരുന്നു. അറ്റാക്ക് ആയിരുന്നു. അറ്റാക്കോ? അതൊരു പ്രായക്ക് അത് പിടികെട്ടിയാൽ പിന്നെ രക്ഷയില്ല. ഇപ്പം എല്ലാവർക്കും അതൊക്കെയല്ലേ വരുന്നേ. അത് പണ്ടൊക്കെ അത് കൂടുതലായ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഉണ്ട്. ഇപ്പം കൂടുതൽ പണ്ടത്തെക്കാളും കൂടുതൽ ഇപ്പോഴാ. പണ്ട് പണി ചെയ്തുകൊണ്ടിരുന്ന് നടന്നുകൊണ്ട് ഓരോ അവസരത്തിലുള്ള നമ്മൾക്ക് ഇങ്ങനെയുണ്ട്. ഈ മരുന്ന് കൊണ്ടായാലും ഭക്ഷണത്തിനായാലൊക്കെ മാറ്റമുണ്ടല്ലോ വർഷം തോറും. അതുകൊണ്ടുള്ള മാറ്റങ്ങളും വരും ഭക്ഷണത്തിനും മറ്റും. അതുകൊണ്ട് മറ്റുള്ള രോഗത്തിനും എല്ലാം വിരോധമുണ്ട്. അമ്മയ്ക്ക് ഇനി അച്ഛനൊക്കെ നടക്കാൻ വരെ. അമ്മയ്ക്ക് നടക്കാം. ചാച്ചൻ പോയല്ലോ. ചാച്ചൻ ഇവിടെ ഇല്ലല്ലോ. മരിച്ചു പോയോ? അമ്മയുണ്ടല്ലേ? അമ്മയുണ്ട്. അമ്മയ്ക്ക് നടക്കാം. നടക്കാവോ? അമ്മയ്ക്ക് നടക്കാം. അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മ കുറവുണ്ടെന്നേ ഉള്ളൂ. ചാച്ചനധികം പ്രായമൊന്നും ഇല്ലാഞ്ഞല്ലോ. ചാച്ചന് വലിയ പ്രായമില്ലായിരുന്നു. 65 വയസ്സുള്ളപ്പോഴാണ്. പഴയ കാലത്തുള്ളവരല്ലേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കൂടുതലുള്ള അവസരമാണ്. അതേന്നേ, ഒത്തിരി പണിയൊക്കെ ചെയ്ത് നടന്നാന്നാ പറഞ്ഞേ. സുഖമെന്ന് പറഞ്ഞ് അനുഭവിച്ചിട്ടില്ല. ഇല്ല. അധ്വാനിച്ച് തന്നെ ജീവിക്കുക. ഇന്നാണെങ്കിൽ ഒന്നും നടക്കുകയില്ല. ഇന്നാണൊന്നും നടക്കുകയില്ല. ഇഞ്ചിപ്പണിയും മഞ്ഞൾ പണിയും ചുക്കുണ്ടാക്കിച്ചൊക്കെ എല്ലായിരുന്നോ പണി? അതെ. എന്ത് പിന്നെ ഇഞ്ചി ചേരേണ്ട കാര്യം ഇവിടെ വീടിൻ്റെ വട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? അന്നത്തെ ബുദ്ധിമുട്ടുണ്ട്. അന്ന് ബുദ്ധിമുട്ട് കുറവുള്ള അവസരമാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പണി ചെയ്യണം. അവരുടെ പ്രായത്തിൽ അല്ല, പണി ചെയ്യണം. പിന്നെ മക്കളായി വന്നപ്പോഴത്തേനും ഇതെല്ലാം മാറ്റം വന്നുപോയി. മക്കളായി വന്നപ്പോൾ എല്ലാവരും ജോലിക്കാരും കഴിഞ്ഞില്ല. ചാച്ചനും അമ്മയൊക്കെ പോയിട്ട് 1 വർഷമായോ? ചാച്ചനെ പോയുള്ളൂ. അമ്മയുണ്ട്. ചാച്ചൻ പോയിട്ട് 20 വർഷമായി. പോയില്ലേ? ഇവിടെ കേട്ടോ. നടക്കാവോ? പിന്നെ അമ്മേനെ അങ്ങനെ വിടുന്നില്ല. ചാച്ചൻ നമ്മളെ പറ്റിച്ചിട്ട് പോയതാ പെട്ടെന്ന്. അമ്മയ്ക്ക് കുഴപ്പമല്ലേ? അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി പനിയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ചുമയും കഫക്കെട്ടലൊക്കെ. അപ്പം അത് കുറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഇന്നലെയൊക്കെ മടിയായിരുന്നു കഴിക്കാൻ. ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയായിരുന്നു. അല്ലാത്തപ്പോൾ ഒക്കെ കഴിക്കുന്നതായിരുന്നു. പനിയുടെ കൊണ്ടായിരുന്നായിരിക്കും കഴിക്കാൻ മടി കാണിച്ചത്. നടക്കുകയൊക്കെ ചെയ്യാം. മരുന്നൊക്കെ വേണമായിരിക്കും. മരുന്നൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് മരുന്നുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മരുന്നൊക്കെ വേണമല്ലോ. മരുന്നില്ലാതെ പറ്റുമോ? പ്രായത്തിനനുസരിച്ച് ഓരോന്നും ചെയ്തോണ്ടിരിക്കണം. ശരീരത്തിന് വേണ്ടതും മരുന്നും കൂടുതൽ നടക്കാനും ആരോഗ്യത്തിനോ പറ്റിയ രീതിയിലേ പറ്റുള്ളൂ. പണ്ടൊക്കെ ഒന്നും അധികം കഴിക്കാതെ പെട്ടെന്ന് വീഴ്ചയായി പോവല്ലേ. പണ്ടൊന്നും അധികം കഴിക്കാതെ പണിതൊക്കെ നടന്നുകൊണ്ടേ
കിടന്നാൽ പിന്നെ ആരാ നോക്കണം? ആരാ നോക്കണേ? ഇപ്പം നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. ഉം. നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. വല്യപ്പനും വല്യമ്മയൊക്കെ ഉണ്ടോ? വല്യപ്പനും വല്യമ്മയൊക്കെ പോയി. ഉം. വർഷങ്ങൾക്ക് മുമ്പേ പോയതല്ലേ. ഏ വർഷങ്ങൾക്ക് മുമ്പേ പോയതല്ലേ. മരിച്ചു പോയോ? പിന്നെ വല്യപ്പനും വല്യമ്മയോ? ആ നമുക്കധികം പ്രായമില്ലല്ലോ. വല്യപ്പന് 92 വയസ്സുണ്ടായിരുന്നു. ഏ വല്യപ്പന് 92 വയസ്സിലല്ലേ മരിക്കുന്നേ? എത്ര വയസ്സാ? 92. 28. 92. നടക്കാതെ ഇല്ല, വല്യപ്പനെ ഒരു സൈഡ് തളർന്നു പോയില്ലായിരുന്നോ? ഭക്ഷണം കഴിക്കാനായിരുന്നു. ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്തോരം വേണമെങ്കിലും കഴിക്കുമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. വല്യപ്പനും വല്യമ്മയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. പഴയ കാലത്തൊക്കെ ഭയങ്കര ചിട്ടയായിരുന്നു. മുഴുവനും കോരി കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാം അടച്ച് നോട്ടമൊന്നുമില്ല, എല്ലാം കഴിക്കും. അതെ അതെ, കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം അങ്ങനെയാ. ഇപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ലെന്നേ. പണ്ടൊക്കെ ഓരോ നിയമങ്ങളാണ്. ആ നിയമം അനുസരിച്ച് മാത്രമേ കഴിക്കൂ. കാശുള്ളതിനനുസരിച്ച് പരിപാടി നടത്തുക. പണ്ട് അങ്ങനെയല്ലല്ലോ. പിള്ളേർ കൂടുതൽ. മക്കളൊക്കെ കെട്ടിച്ചോ? പിന്നെ മക്കളെല്ലാവരും കിട്ടിയില്ലേ? എല്ലാവരും കിട്ടി. അവർക്ക് പിള്ളേരായി. അവരെ മക്കളെ അവരെ കെട്ടിച്ചു. മക്കളുടെ മക്കളവരെ കെട്ടിച്ചു. 2 പിള്ളേരായോ? 2 പിള്ളേരില്ല, ഒരു പിള്ള. അവർക്ക് കുഴപ്പമൊന്നുമില്ല. പെണ്ണുങ്ങൾക്കൊന്നും കുഴപ്പമില്ല. കെട്ടിക്കണമെന്നൊക്കെ അവരൊക്കെ സുഖമായിരിക്കുന്നു. ചിലർക്കൊക്കെ ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ചെറിയ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്. സ്നേഹവും സന്തോഷമൊക്കെ ഉള്ളവരാണോ? പിന്നെ സന്തോഷമില്ലെങ്കിൽ ഇങ്ങനെ നോക്കാൻ പറ്റുമോ? പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. കാരണവന്മാരെയും വേണ്ട, മക്കളെയും വേണ്ട, എന്തോ ഇല്ല. മക്കൾക്കൊന്നും കുടിക്കില്ലായിരുന്നു അല്ലേ? അവരവര് സ്വന്തം കാര്യം നോക്കിയുള്ള നടപ്പോ പെരുമാറ്റം ഉണ്ടാകുന്നുള്ളൂ. മക്കളെന്നും കൊണ്ട് ഉണ്ടാക്കി കൊടുത്തോണം. ആരും ഇല്ലല്ലോ. അപ്പനമ്മ ഒക്കെ പോയില്ലേ? അമ്മയുണ്ട്, അപ്പനില്ല. അമ്മയുണ്ടോ? അമ്മയ്ക്ക് നടക്കാവോ? പിന്നെ അമ്മയ്ക്ക് നടക്കാം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പഴയ വലിയ അസുഖങ്ങളൊന്നും ഇല്ലതാ. ചെറിയ അസുഖമൊക്കെ ഉണ്ട്. പഴയ ആൾക്കാർക്ക് രോഗങ്ങൾ കുറവുണ്ട്. രോഗങ്ങൾ കുറവുണ്ട്. അവർക്ക് പണ്ടത്തെ പോലെയുള്ള രോഗങ്ങളൊന്നുമില്ല. ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതലായി വരുന്നത്. അവർക്കെല്ലാം ഒരു പ്രായം കഴിയുമ്പോൾ അപ്പോഴേ അസുഖങ്ങളാണ്. പണ്ടുള്ളവരെന്നേരം ഒത്തിരി പണിയല്ലായിരുന്നോ? പിന്നെ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഉണ്ടാക്കുന്നതല്ലായിരുന്നോ? ഇന്നുള്ളവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുമല്ലേ? ഫാസ്റ്റ് ഫുഡല്ലേ കഴിക്കുന്നേ. അപ്പോൾ പണിയൊന്നും ചെയ്യുന്നുമില്ല അധികം. പണികളൊന്നും ഇപ്പോൾ എവിടെ കൊണ്ട് പറ്റുകയില്ല. അത് തന്നെ, പണിയാനും പറ്റിയില്ല. എല്ലാവർക്കും പണിയാനും മടിയാ. എന്നാൽ ചായ എടുത്ത് കുടിക്ക്. ചായ തണുത്ത് കാണും. ചായയോ? ചായ കുടിച്ചില്ല. ചായ കുടിച്ചില്ലെന്നല്ല പറഞ്ഞേ, ചൂടാന്നാ പറഞ്ഞേ. ചായക്ക് ചൂടാന്നാ പറഞ്ഞു. നോക്കിക്കേ, നോക്കട്ടെ ഞാൻ. ചായ ചൂടാണോ? അമ്മയുടെ ചായയാ. അതുകൊണ്ട് ചൂടാറിയിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. എടുത്ത് കുടിച്ചോ. നീ ഒത്തിരി തണുക്കണ്ട. എടുത്ത് തരട്ടെ. ആറിയിട്ടുണ്ട്. എടുത്ത് തരട്ടെ. ചായ എടുത്ത് തരട്ടെ എന്ന്. ചൂട് കുറഞ്ഞു കാണും ഇപ്പം. ചൂടില്ല. നോക്കട്ടെ. എന്നാ കുടിച്ചു നോക്കി. ചൂടുണ്ടോ നോക്കി. കുടിക്കാന്ന ചൂടേ കാണുള്ളൂ അല്ലേ? അതാ പറഞ്ഞ പാക. നമ്മൾ ചൂട് ഒത്തിരി തണുപ്പിച്ച് കുടിച്ചാലേ പുളിയല്ല. ഇല്ല, ചായ കുടി ഇല്ല. രാവിലെ ചായ കുടി ഇല്ല. ഒരു നേരെ ചായ കുടിക്കുന്നുള്ളൂ. ചായയൊക്കെ തിളപ്പിച്ചു. അതല്ലേ അമ്മ കുടിക്കുന്നേ. ഞാൻ രാവിലെ കുടിക്കുകയില്ല. ഇവരൊക്കെ കുടിക്കുള്ളൂ. ജോമോളും അമ്മയും മാത്രമേ രാവിലെ ചായ കുടിയുള്ളൂ. അതൊക്കെ നമ്മൾ മാറ്റിയതാ. പണ്ട് കുടിച്ച് ശീലിച്ചിരുന്നതാ.
ആ ശീലമൊക്കെ നമ്മൾ മാറ്റി. ഓരോ പ്രായത്തിലും ഓരോന്ന് കഴിക്കണം. ആ അത് വേണം. പഴയ കാലത്ത് ഇതൊക്കെ വലിയ നിയമങ്ങളാ. ചായ കുടിക്കണം എന്നുള്ള കാരണന്മാർക്ക് കാപ്പി വെച്ച കാപ്പിയല്ലേ? അന്ന് കാപ്പിയല്ലേ വീട്ടിലുണ്ടല്ലോ. കുരു ഉണങ്ങുമല്ലേ? കാപ്പിക്കുരു ഉണങ്ങി പൊടിപ്പിക്കുമല്ലേ? ഇപ്പം കാപ്പിക്കൊക്കെ നല്ല വിലയാ. അച്ഛനുണ്ടോ? ഇല്ലല്ലോ. ചാച്ചനില്ല. നിങ്ങൾ എത്ര പേരാ? ഞങ്ങൾ 4 പേര്. 4? ആ ആണും പെണ്ണും കൂടെയാ. ആ ചായ കുടിച്ചില്ലേ? പോയി കുടി. ചായ കുടിക്കുന്നില്ല രാവിലെ. കുടിച്ചോ? ഇല്ല, രാവിലെ ചായ കുടിയില്ല. കുടിയില്ലേ? ഇല്ല ഇല്ല. അതിനങ്ങനെ അത് ഇഷ്ടമില്ല ചായ. കുടിച്ചില്ലേ ക്ഷീണമല്ലേ? ഓ ക്ഷീണമൊന്നുമില്ല. ആയിക്കോട്ടായി. അതൊക്കെ മാറി. അതൊക്കെ നമുക്ക് ആദ്യ സമയത്തേ ഉള്ളൂ. നിർത്തുന്ന ആദ്യ സമയത്തൊക്കെ ഉള്ളൂ. അതൊക്കെ ഉള്ളൂ. വെള്ളമുണ്ടോ? പിന്നെ വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് അടുക്കള കൊണ്ട കഴിയാൽ മതി. അടുക്കള കൊണ്ട കഴിയാൽ മതി. പാത്രം കഴുകുന്നില്ലേ? ആകെ നേരം വെളുത്തല്ലേ? എവിടെ ക്ലോക്ക 2-3 മണിയൊന്നും ആയില്ല. 2-3 മണിയൊന്നും ആയില്ല. ക്ലോക്കെ കണ്ടില്ലേ? 8 മണി ആകുന്നേ ഉള്ളൂ. 8 മണി ആകുന്നല്ലേ ഉള്ളൂ. 8 മണി ആകുന്നേ ഉള്ളൂ. സമയമായി വരുന്നേ ഉള്ളൂ. കാപ്പി കുടിക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ. പേപ്പറെല്ലാം പറക്കി വെക്കാത്ത. ചാച്ചനില്ലല്ലോ. ചാച്ചനില്ല. എത്ര വർഷമായി ചാച്ചൻ പോയിട്ട്? ചാച്ചൻ പോയിട്ട് 20 വർഷമായി. 2004 മരിച്ച. 2004, 2014, 2024. 1 വർഷമായതുള്ളൂ. 20 വർഷം. 20ആയോ? അപ്പൊ എന്നാ പ്രായത്തിലാ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പറ്റിയാൽ അത് അറ്റാക്കായിരുന്നു. ഹാർട്ട് അറ്റാക്കോ? അതോ എന്നാ ചെയ്യാനാ? നിങ്ങൾ ആണുങ്ങൾ എത്ര പേര്? ഞങ്ങള് 3 പേര്. ആണോ? പെണ്ണോ? ഒരാള്. ഒരു പെണ്ണോ ഉള്ളോ? കെട്ടിച്ചതിന് ജോലിയൊക്കെ ഉണ്ടോ? അതിന് ജോലിയൊന്നുമില്ല. അതിന് കെട്ടിച്ചു. അതിന്റെ മാനയും കെട്ടിച്ചു. കെട്ടിച്ചു പിള്ളേരായല്ലേ? 2 പിള്ളേര്. 2 പിള്ളേര്. അതിലൊരാള് കെട്ടി. ഒരാള് കല്യാണം കഴിച്ചു. മക്കളിൽ ഒരാള് കല്യാണം കഴിച്ചെന്നേ. പെങ്ങന്മാർ എത്ര? പെങ്ങന്മാർ ഒരാളല്ലേ ഉള്ളൂ. ഒരാളോ? അമ്മയുടെ മകളുടെ പേരനാ. അമ്മയുടെ മകളുടെ പേരനാ. അമ്മയുടെയോ? അതെ. എന്റെയോ? ദേവിക്കുട്ടി. മകളുടെ പേരാ ചോദിച്ചേ. മകളില്ലേ? പേരാണോ? ഒരു മകളില്ലേ? മകള് ആർക്കാ? അമ്മയ്ക്ക്. പിന്നെ അതിന് പേരനാ? അവളുടെ പേരും എൽസമ്മ. എൽസമ്മ. എൽസമ്മയാ എൻ്റെ പെങ്ങള്. എൽസമ്മയാ എൻ്റെ പെങ്ങള്. അവളൊരു പെണ്ണല്ല. അവളൊരു പെണ്ണേ ഉള്ളൂ. എൽസമ്മയുടെ ആങ്ങളെയാ ഞാൻ. എൽസമ്മയുടെ ആങ്ങളെയാ ഞാൻ. ആങ്ങളെയാ?
അറിയോ? ഞാൻ ഓർക്കണില്ല. ഓർക്കുന്നില്ലല്ലേ? ആ കിടന്നോ? മരുന്നൊക്കെ കഴിക്കാനുള്ള ചായ കുടിച്ചില്ല. പോയി കുടി. ചായ വേണ്ടമ്മേ. കുടിച്ചോ? ചായ കുടി ഇല്ലെന്നേ. കുടിയില്ലേ? ആ ഒരു നേരെ ചായ കുടിക്കുള്ളൂ. അങ്ങനെ കുടിച്ച് ശീലിച്ചിട്ടില്ലേ? ആ പണ്ടൊക്കെ ശീലം ഉണ്ടായിരുന്നതാ. പണ്ടൊക്കെ ശീലം ഉണ്ടായിരുന്നതാ, കുടിച്ചോണ്ടിരുന്നതാ. അതെല്ലാം വേണ്ടെന്ന് വെച്ചല്ലേ? അതെല്ലാം വേണ്ടെന്ന് വെച്ചു. നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അത്രയേ ഉള്ളൂ. അത് കാരണം ആരും ഉണ്ടാക്കി തരണ്ടല്ലോ. ഉണ്ടാക്കി തരണ്ട. അപ്പം അങ്ങനെ കുടിച്ചില്ല ഭയങ്കര ക്ഷീണം. അതേന്നേ. വായിക്കോട്ടായി. പിന്നെ വായിക്കോട്ടാ, തലവേദന, ശരീരവേദന. നമ്മളാ ശീലം മാറ്റി. ചേട്ടന്മാരൊക്കെ എവിടെയാ? ചേട്ടന്മാർ ഒരാൾ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്, ഒരാൾ ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലോ? ജോലിയാ? രണ്ട് ചേട്ടന്മാരാണ്? രണ്ട് ചേട്ടന്മാർ. അത് മക്കൾക്കൊക്കെ ജോലിയായില്ലേ? ഇല്ല, മൂത്ത ചേട്ടൻ്റെ മക്കൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. മൂത്ത ചേട്ടൻ്റെ മക്കൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ജോലിയായോ? ജോലിയോടൊപ്പം പട്ടണം. രണ്ടാമത്തെ ചേട്ടൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത ചേട്ടൻ എത്ര പിള്ളേരാ? 2 പിള്ളേർ. ആണോ പെണ്ണോ? ആണും പെണ്ണും. അവർക്ക് 2 പേർക്കും ജോലിയില്ലേ? അവർക്ക് 2 പേർക്കും ജോലിയുണ്ട്. ഗവൺമെൻറ് ജോലിയാണോ? ഇവിടെ ഗവൺമെൻറ് ജോലിയായിരുന്നു. അപ്പോൾ അതില്ലല്ലേ? ഇവിടുന്ന് പോയില്ലേ? പെൻഷൻ പറ്റി. പെൻഷൻ പറ്റുന്ന പ്രായമായി. ഒരു പ്രായം വരെ ഗവൺമെൻറ് ജോലി കിട്ടും. അത്രേ ഉള്ളൂ. കക്കൂസ് എവിടെയാ? കക്കൂസ് ഉണ്ട് നമ്മുടെ പുറയിൽ, തലക്കല് കണ്ടില്ലേ? അവിടെയാണോ? കക്കൂസിലൊന്ന് പോണോ? എന്നാ പോക്കോ, പോക്കോ. ഈ ഒരു വരെയല്ലേ ഉള്ളൂ? ഈ ഒരു വരേ ഉള്ളൂ. നിങ്ങൾ ആണുങ്ങൾ എത്ര പേരാ? ഞങ്ങൾ ആണുങ്ങൾ 3 പേര്. ഉണ്ടോ? 3 പേര്. 3 പേരുണ്ടോ? എല്ലാരും കല്യാണം കഴിച്ചോ? പിന്നെ എല്ലാരും കല്യാണം കഴിച്ചില്ലേ? അമ്മയിലെ എല്ലാരും കെട്ടിച്ചു. വേറെ പോയോ? വേറെ പോയി. തറവാട്ട് നിൽക്കണേ ആരാ? തറവാട്ടിൽ നിൽക്കണ ജോമോൻ. നീയാണോ? ജോമോനെ അറിയോ? ജോമോനെ അറിയോ അമ്മ? അറിയോന്നോ? ഇല്ലേ? അമ്മയുടെ മകൻ ഒരാളില്ലേ അങ്ങനെ? ആളായി കണ്ടിട്ട്. ആണോ? ഇനി എവിടെയാ ആള്? ഇവിടെ കക്കൂസിലൊന്ന് പോയി. കക്കൂസിൽ പോയിട്ട് വാ. പിള്ളേരുടെ പഠിത്തം കഴിഞ്ഞാണോ? എൻ്റെ പിള്ളേരോ? എൻ്റെ പിള്ളേർ പഠിച്ചോണ്ടിരിക്കുവല്ലേ? അവള് നേഴ്സിംഗ് പഠിക്കുന്നു, ഒരാൾ +2 പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു. കഴിക്കാൻ സമയമായില്ല. ഇല്ല, 8 മണി ആവുന്നേ ഉള്ളൂ. നമ്മൾ 8:30 9 ആയിട്ടല്ലേ കഴിക്കുന്നത്? നമ്മൾ 8:30 9 ആയിട്ടല്ലേ കഴിക്കുന്നേ? 8:30 9 ആകുമ്പോഴല്ലേ കഴിക്കുന്നേ? എന്നും കഴിക്കുന്നേ. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിക്കണ്ടേ? ഇന്ന് കഴിച്ചോണം. ഇന്നലത്തെ പോലെ മടി പിടിച്ച് ഇന്നേക്കില്ലേ?
അവൾക്കിപ്പോൾ ജോലിയുണ്ടോ? ആർക്കാ? അവൾക്ക് കെട്ടിക്കണ്ടാവുന്ന അവൾക്ക്. അവൾക്ക് ഇവിടുത്തെ പണി അമ്മേനെ നോട്ടാ ജോലി. അമ്മേനെ നോക്കുന്ന ജോലിയാണ്. ഇപ്പം ജോലിയാ? ആ. അമ്മ വരാൻ കിടക്കുവാണ്. മേലാതെ കിടക്കുന്നൊന്നുമില്ല, നടക്കുകയൊക്കെ ചെയ്യും. എന്നാലും അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, പ്രായമായതല്ലേ. ഇപ്പം നിങ്ങൾ ആണുങ്ങൾ എത്രയാ? ഞങ്ങളാണെങ്കിൽ 3 പേര്. 3? ആ. എല്ലാവരും കെട്ടിയോ? പിന്നെ എല്ലാവരും കെട്ടി. ഇപ്പം ചാച്ചനുണ്ടോ? ചാച്ചനില്ല. നീ ആയിരിക്കും തറവാട്ടിലിരിക്കുന്നത്. ആ, ഞാനാ തറവാട്ടിൽ നിൽക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ പെര പണിയണം. അവരൊക്കെ പെര പണിതു. പെരയുണ്ടോ? വന്നിട്ടുണ്ടോ? പിന്നെ നേരത്തെ പോയതായിരുന്നു. ആ, നേരത്തെ പണിതായിരുന്നു. ഞാൻ പോവാ, ഇച്ചിരി കഴിഞ്ഞ് വരാം. കുറച്ച് കഴിഞ്ഞ് വരാം. ഒന്ന് മയങ്ങിക്കോ. എല്ലാം കഴിച്ചോ? കഴിക്കാൻ സമയമായില്ല. കഴിക്കാൻ സമയമായി. നേരം 10 മണി ആയിക്കാണ്. ഇല്ല, മണി 8 മണി ആകുന്നേ ഉള്ളൂ. കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. പോയിട്ട് വരാം. അതാണ് ജോലി. എന്നാ കൃഷി ചെയ്യാണോ? ആര്? നിനക്ക് ഇല്ല, കൃഷിയൊന്നുമില്ല. കൃഷിയൊക്കെ ചെയ്താൽ ഇന്ന് വിജയിക്കുകയല്ലോ. കൃഷിയൊന്നും ഇല്ലെന്നേ. ഇല്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ? ആ, നമ്മളിങ്ങനെ ഓരോ കൈപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുമല്ലേ. പറമ്പൊഴി പിന്നെ എന്നാ ചെയ്യണം? പറമ്പൊഴിയൊക്കെ റബ്ബറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ. റബ്ബറാണോ? തെങ്ങ്, കവുങ്ങ് ഇതൊക്കെയാണ്. റബ്ബറാ? ആ, നമ്മുടെ പറമ്പിൽ റബ്ബറൊന്നുമില്ല. നമുക്ക് റബ്ബർ വെക്കാൻ മാത്രമുള്ള പറമ്പില്ലല്ലോ ഇപ്പം. വീതം വെച്ചപ്പോഴേ. പിന്നെ പറമ്പിൽ കപ്പയടിയില്ല. കപ്പയൊന്നും ഇടുന്നില്ല ഇപ്പോൾ, ഒന്നും ഇടുന്നില്ല. പശുവിനല്ലോ പുല്ല് വളർത്തുക. ആണുങ്ങൾ എത്ര പേരാ? ഞങ്ങൾ ആണുങ്ങൾ 3 പേര്. 3 പേരും കല്യാണം കഴിച്ചോ? പിന്നെ 3 പേരും കല്യാണം കഴിച്ചു. എല്ലാവരും വേറെയാണോ? ആ, എല്ലാവരും വേറെയാ. എല്ലാവർക്കും മക്കളുമായി അല്ലേ? ആ, എല്ലാവർക്കും മക്കളുമായി. ഈ 2 മക്കള്. പെണ്ണുങ്ങൾക്ക് ജോലിയുണ്ടോ? പെണ്ണുങ്ങൾക്ക് 2 പേർക്ക് ജോലിയുണ്ട്. ഒരാൾക്ക് ജോലിയില്ല. ഒരാൾക്ക് അമ്മേനെ നോട്ടാ ജോലി. പ്രായ അമ്മ വീട്ടിലുണ്ടേ. ഒരു നേഴ്സുമാരാണോ? ആ, 2 പേരും നേഴ്സുമാരാ. അമ്മയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യാമോ? ആ, അമ്മയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾ ആണുങ്ങൾ എത്ര പേരാ? ആണുങ്ങൾ 3 പേര്. 3? 3 പേരും കല്യാണം കഴിച്ചോ? ആ, 3 പേരും കല്യാണം കഴിച്ചു. പെണ്ണുങ്ങളെയും കെട്ടിച്ചല്ലേ? പെണ്ണുങ്ങളെ കെട്ടിച്ച്. പെണ്ണ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കെട്ടിക്കാനുണ്ടോ പെണ്ണുങ്ങൾ? ഇല്ല. ഇനിയിപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഇനിയൊക്കെ ഉള്ളത് പഠിച്ച് കയറി വരണം. പഠിച്ചുകൊണ്ടിരിക്കാം. ആ, അവർക്ക് ജോലിയായിട്ട് കെട്ടിച്ചാൽ മതി. ആ, ജോലിയായിട്ടേ കെട്ടിക്കത്തുള്ളൂ. അല്ലാതെ എങ്ങനെ കെട്ടിക്കുന്നേ? ജോലി ഇല്ലാതെ ഇന്ന് കാര്യം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ പാടാ. ജോലി കിട്ടിയില്ല, കിട്ടാനും പാടാണ്. ഇപ്പം ജോലി കിട്ടിയേച്ചും ജോലി കയറിയേച്ചാണെങ്കിൽ എല്ലാ കാര്യവും സമാധാനത്തിൽ പോകും. മറ്റേ ഇടയ്ക്ക് കുഴഞ്ഞു പോകും. ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവരൊക്കെ പഠിച്ച് ജോലി മേടിക്കട്ടെ. സ്വന്തം കാലം നിൽക്കാറായി കഴിഞ്ഞാൽ സാരമില്ല. ചാച്ചന് പണിയെടുക്കത്തില്ല അല്ലേ? ചാച്ചന് ഇപ്പം പണിയൊന്നും എടുക്കത്തില്ല, പ്രായമായി. ചാച്ചൻ പണി എടുക്കണ്ടാത്ത സ്ഥലത്താ ഇപ്പോൾ. നടക്കൊക്കെ ചെയ്യാവോ? ഭക്ഷണം കഴിക്കോ? ഭക്ഷണമൊക്കെ കഴിക്കാൻ തോന്നണു. ഇപ്പം അറിയത്തില്ലല്ലോ. കഴിക്കല്ലേ? ചാച്ചൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല. എവിടെയാ? ചാച്ചൻ ഇവിടെ ഇല്ല. എവിടെയാ? ചാച്ചൻ അങ്ങ് പോയില്ലേ? എവിടെ പോയി? ചാച്ചനെ ഒരു പുള്ളി കൂട്ടിക്കൊണ്ട് പോയി. ഒരു പുള്ളി കൂട്ടിക്കൊണ്ട് പോയതാ. എവിടെ പോയി? ഒരാൾ വന്നേ കൂട്ടിക്കൊണ്ട് പോയതാ. കൂട്ടിക്കൊണ്ട് പോയോ? ആ, പിന്നെ ചാച്ചൻ വന്നിട്ടില്ല ഇങ്ങോട്ട്. അതെന്തിനാ? അത് പുള്ളി പറഞ്ഞ് അങ്ങ് പോണം, അവിടെ നിന്ന് ഇനി പോരണ്ട, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു സ്ഥിരമായിട്ട്. അവർ ചാച്ചന് പ്രായമായില്ലേ? ആ, ചാച്ചന് ഒത്തിരി പ്രായമാകുന്നതിന് മുമ്പ് കൊണ്ടുപോയതാ. വിനയ്യനെ കൊണ്ടുപോയത് അവിടെ കൊണ്ട് ചുമ്മാ ഇരിക്കുമോ മറ്റാണ്, എന്നാ പണിയെന്ന് അറിയത്തില്ല. അവരെ സഹായിക്കാനല്ലേ? ആ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ കൊണ്ടുപോയതായിരിക്കും. ചാച്ചൻ അവിടെയാണോ? ആ, ചാച്ചൻ അവിടെയാ ഇപ്പം. ഇനി പോരത്തില്ല. എന്നാ പോവാ. പിന്നെ വരാം. വീട്ടോട്ട് പോകണം. ആരാ കൊണ്ടുപോകാൻ വരുന്നേ? ആരാ കൊണ്ടുപോകാൻ വരുന്നേ?
വീട്ടോട്ടോ ആ മാത്രം വഴി വെണ്ണക്കണമുണ്ടോ പിന്നെ ഒരുപാട് വഴിയൊന്നും ഇല്ലല്ലോ ആ എവിടെയാ വീട് അതിന്